തിരിച്ചു വന്നു അല്ലേ? അതിനെയാണ് പറയുന്നത് സായുജ്യം. ആ ദർശനത്തിൽ നമ്മൾക്ക് സായുജ്യം കിട്ടി. അപ്പൊ അങ്ങനെ ആ ശക്തി ചൈതന്യം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. നമ്മൾക്കെല്ലാം അറിവുകളുമുണ്ട്. ഈ അറിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഈ അറിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ഈശ്വരന്മാരെ കാണുന്നതും ആരാധിക്കുന്നതും. ഭജനയിലൊക്കെ പറയും കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ അല്ലേ? കണ്ണനെ കാണാത്ത കണ്ണുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, അന്ധതയാണ്. എന്നതുപോലെ ആ കണ്ണൻ എവിടെ ഉണ്ട്? അകത്താമ്പിലുണ്ട്. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നാം അവരെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഉള്ളിൽ വരുന്ന അറിവുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള സാക്ഷാത്കാരം നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പം ആ സാക്ഷാത്കാരത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ ഈ സത്സംഗം എന്നൊരു ക്രിയ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതിലെല്ലാവരിലും ഉണ്ട് ചൈതന്യം. അത് മുഴുവൻ പ്രകാശിക്കണം അല്ലേ? ഇത് മുഴുവൻ പ്രകാശിക്കണം. വിത്ത് വിതയ്ക്കുകയാണ് നമ്മൾ. ഈ വിത്ത് മുഴുവൻ വളരണം, കൊലയ്ക്കണം. ആ വിത്ത് മറ്റുള്ളവർക്കൊരു വിതയാവണം. അതിലൂടെ നന്മ മരം ഈ ലോകം മുഴുവനും നമുക്ക് ഉളവാക്കാൻ സാധിക്കണം. അതിന് പണ്ടുകാലം മുതൽ ഋഷിവര്യന്മാർ, യോഗിവര്യന്മാർ, ശ്രേഷ്ഠന്മാരായ പിതൃക്കൾ ഉണ്ടാക്കിയ ഒരു ധർമ്മ അടിസ്ഥാനമായൊരു സംഗതിയാണ് ഈ സത്സംഗം. ആ സത്സംഗത്തിന് ഒരു വേദിയാവേണ്ടത് ഒരു ഹാള് തന്നെ വേദിയാവണമെന്നില്ല. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ നമ്മുടെ സത്സംഗം നടത്താം. മനസ്സിലായില്ലേ? ആ 5 പേർക്ക് 10 വീടുകളുടെ സത്സംഗം നടത്താം അല്ലേ? നടത്തണം. ഇന്നു മുതൽ നമ്മളത് വേണം. കാരണം നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ തന്നെ അറിഞ്ഞില്ലെങ്കിൽ ഇനി ആരാ അറിയണ്ടേ? ആ മഹത്വം അറിയണ്ടേ? ആ മഹത്വം ഇപ്പോൾ ഇവിടെ ഇരുന്നു, മേടയിലിരുന്ന് സംസാരിക്കണോ? ഇത് യോഗ്യനാണോ? ഒരിക്കലുമല്ല. കാരണം നമ്മേക്കാൾ അറിവുള്ളവർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. ആ അറിവ്, നിങ്ങളിൽ നിന്ന് അറിവ് നമുക്ക് സമ്പാദിക്കാനും നമ്മളുടെ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാനും പരസ്പരം നമ്മൾ കൂടി ആലോചിച്ച് അറിവുകളെ പരസ്പരം പങ്കുവെച്ച് ആ സാക്ഷാൽ ജഗതീശ്വരൻ്റെ തൃപ്പാദത്തിൽ സന്തോഷത്തോടെ ലയിക്കാനാണ് സത്സംഗം. ഇസ്രായേലി ഈ സത്സംഗം ഒരു തുടക്കമാവണം. കലിയുഗത്തിലെ സനാതന ധർമ്മികൾക്ക് നന്മയിലേക്ക്, ആചാരങ്ങളിലേക്ക് ഒരു തുടക്കമായി ഈ സത്സംഗത്തെ നമ്മൾ ശ്രമിക്കണം. മാത്രമല്ലാതെ ഇത് മാത്രമല്ല, ഇതിൽ ഒരു തുടക്കമാവുക ആർക്കൊക്കെ സത്സംഗം കേൾക്കാൻ. കാരണം 5 പേരേ ഉള്ളൂ. എങ്ങനെയാണ് സത്സംഗം? ഒരു കുഴപ്പമില്ല. സത്കാര്യങ്ങൾ ചിന്തിക്കാനും ശ്രവിക്കാനും കഴിവുള്ള 2 പേരേ ഉള്ളൂ എങ്കിലും സത്സംഗം ചെയ്യാം. മനസ്സിലായില്ലേ? സത്സംഗത്തിന് ആട് കൂടുന്നതിലല്ല ഉള്ളത്. ആടുകൂടി പരസ്പരം കുശലാന്വേഷണം ചെയ്തുകൊണ്ടായില്ല. 2 പേരേ ഉള്ളുവെങ്കിലും ആ 2 പേർ അതിൽ മുഴുകി അതിലെ സാരാംശങ്ങൾ മനസ്സിലായി അത് മറ്റ് പലരിലേക്കും എത്തിക്കുമ്പോഴാണ് സത്സംഗമാവുന്നത്. ഇസ്രായേലി സനാതനധർമ്മമാവുന്നത്. ഇന്നു മുതൽ നമ്മൾ അതിലേക്കെല്ലാം പ്രവേശിക്കണം. അതിന് ഒരു ഉത്തമമായ ഒരു കാലഘട്ടം കർക്കിടക മാസാചരണം അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കും കാലം ബാക്കി വെച്ചത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മളൊന്നും ഇനിയുമല്ല. ഇതൊക്കെ കാലമായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തുടർന്നും ചെയ്യിപ്പിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി സാക്ഷാൽ ജഡേകരുടെ പാദത്തിൽ അർപ്പിച്ചിട്ട് നമ്മൾ സത്സംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പ്രാർത്ഥിക്കുക. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രീരാമൻ്റെ കഥകളല്ലേ കേട്ടിട്ടുള്ളൂ. ആ കഥകൾ ശരിയാണെന്ന് ഉറപ്പിക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിൽ നമ്മളിപ്പോൾ നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലല്ലേ. എങ്കിലും നമ്മൾ ധർമ്മം കൊണ്ട് ജയിച്ച് അസ്ത്രശസ്ത്രങ്ങളല്ല, ധർമ്മം കൊണ്ട് ജയിച്ച്
ആ ധർമ്മിഷ്ഠനായ ശ്രീരാമപാദത്തിൽ നമുക്ക് എത്താൻ സാധിക്കണം. അതിനുള്ള തുടക്കമായിട്ട് സാക്ഷാൽ ആ അയോധ്യയിലുള്ള രാംലല്ലയെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഉണ്ണിക്കണ്ണനെ ചിന്തിക്കണില്ലേ? രാംലല്ല ആരാ? നമുക്ക് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ വാത്സല്യത്തോടുകൂടി എൻ്റെ ഉണ്ണി, എൻ്റെ കണ്ണൻ എന്ന് പറയുന്നത് പോലെ തന്നെ അയോധ്യയിൽ രാംലല്ല. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, കോദണ്ഡപാണി ആവുന്നതിന് മുമ്പ് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കുട്ടിയായിട്ടുള്ള ബാലനായിട്ടുള്ള രൂപം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ബാലനായിട്ടുള്ള രാംലല്ലയുടെ തൃപ്പാദത്തെ തൊഴുത് നമസ്കരിച്ച് മനസ്സുകൊണ്ട് എല്ലാവരും കണ്ണടച്ചൊരു മിനിറ്റ് അയോധ്യയിലത്തെ ആ പുണ്യ സ്ഥലത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കൂ. എല്ലാവരും കണ്ണടച്ചിട്ട് നിങ്ങളെയൊക്കെ അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും അയോധ്യയിൽ ഭഗവാന്റെ ആ പുണ്യ സ്ഥലത്തേക്ക് ചവിട്ടുന്നു, അവിടെ എത്തുന്നു, പടിപടിയായി കയറുന്നു. അവിടെ വിശ്വാമിത്രൻ മുതൽ തൊട്ടുള്ള എല്ലാ ഋഷിപഞ്ചന്മാരെയും അവിടെ സങ്കല്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമസ്കരിക്കണു, അകത്തേക്ക് പ്രവേശിക്കണു. ശ്രീലകത്തിനകത്ത് ആ ഗർഭഗ്രഹത്തിന് ഓരോന്ന് പോണു. നേരെ നിന്ന് കാണുന്ന ആ രാംലല്ലയെ പാദം തൊട്ടിട്ട് ഒന്നിങ്ങനെ മനസ്സിൽ കാണുക. ആടയാഭരണങ്ങളും വില്ലും ശരവും ധരിച്ച് സുന്ദരനായി നിൽക്കുന്ന നമ്മുടെ രാംലല്ല അല്ലേ? ശ്രീരാമചന്ദ്ര പ്രഭവേ രാമാ ശ്രീരാമചന്ദ്ര പ്രഭവേ എന്ന് വിളിച്ച് മനസ്സുകൊണ്ട് തൊഴുത് ആ തൃപ്പാദത്തെ വന്നിച്ച് നമസ്കരിച്ച് വീണ്ടും എല്ലാവരും വരിക, സത്സംഗത്തിൽ വന്നിരിക്കുക. നമ്മൾ കർക്കിടക മാസാചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കർക്കിടക മാസാചരണം എല്ലാവർക്കും ഒരു സംശയം തോന്നാലേ? രാമായണ മാസാചരണം എല്ലാവരുടെയും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും അല്ലേ? അങ്ങനെയല്ലേ കേട്ടിട്ടുള്ള എല്ലാവരും അല്ലേ? രാമായണ മാസാചരണം അങ്ങനെ എല്ലാ ദിക്കിലും വെക്കാറുള്ളൂ അല്ലേ? നാം തന്നെയാണ് പറഞ്ഞത് കർക്കിടക മാസാചരണം എന്ന് വെക്കാം. കാരണം അതിൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കർക്കിടക മാസാചരണത്തിനെ കൊണ്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. കർക്കിടക മാസത്തിനുള്ള പ്രത്യേകത പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കർക്കിടകം അതിന് യോജ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് വിഷമങ്ങളുണ്ട്. കാരണം പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരത കൊണ്ട് പ്രകൃതി തിരിച്ച് ക്രൂരത കാണിച്ചാൽ നമുക്കൊന്നും താങ്ങില്ല കേട്ടോ. ക്രൂരത കാണിക്കില്ല, പ്രകൃതി ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യ, നീ ചെയ്യുന്നത് നിനക്കുള്ള നാശമാണ് എന്ന് പ്രകൃതി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ആരുണ്ട് പഠിക്കാൻ അല്ലേ? ആരുണ്ട് പഠിക്കാൻ? ജനിപ്പിച്ച അച്ഛനോ അമ്മമാരെ പോലും നോക്കാൻ വയ്യാതെ ഓർഫണേജുകളിൽ കൊണ്ടുവിടുന്ന അങ്ങനെയുള്ളൊരു സമൂഹമാണിന്ന്. പിന്നെ പ്രകൃതിയെ ആരെങ്കിലും സ്നേഹിക്കുകയോ? ആലോചിച്ച് നോക്കൂ അല്ലേ? അങ്ങനെയുള്ള കാലം. അതിനെ മാറണമെങ്കിൽ എന്താണ് പ്രകൃതി, എന്താണ് നമ്മൾ മനുഷ്യൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് കർക്കിടക മാസം ഒരു അടിസ്ഥാനമാണ്. ഈ കർക്കിടക മാസം എന്നാൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത പഞ്ഞമാസമാണ്. കർക്കിടക മാസം പഞ്ഞമാസമാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കാനാണ് കേട്ടോ. നാളെ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. കാരണം ഇന്ന് സനാതന ധർമ്മത്തിലേക്ക് പലരും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളെന്താ അങ്ങനെ? നിങ്ങളുടെ ദൈവങ്ങൾ ബഹുദൈവതയാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. നിങ്ങൾ ഉത്തരം പറയുന്നത് കേട്ട് ഇനിയുള്ള തലമുറകൾക്ക് ഉത്തരം പറയാൻ പറ്റണം. മനസ്സിലായില്ലേ? ആ സൗഭാഗ്യം നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അപ്പം അത് മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു തുടക്കം കുറിക്കുന്നത്. അപ്പം ഈ കർക്കിടക മാസത്തിൽ പഞ്ഞമാസം എന്ന് പറയാൻ കാരണം ഇന്നത്തെ IT മേഖലയൊന്നും ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇന്നത്തെ IT മേഖല ആയതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നും ജോലി ചെയ്യാം അല്ലേ? അന്ന് അതൊന്നുമില്ല. അപ്പം അന്ന് എന്താണത്? അവനവൻ പുറത്ത് പോയി ജോലി ചെയ്ത് തന്നെ ജീവിക്കണം. ആ ജീവിക്കുമ്പോൾ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് വരിക പോവുക ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. ആർക്കും സഞ്ചാരയോഗമല്ല. അങ്ങനെ എല്ലാവരും കലശലായി മുട്ടിക്കൊണ്ടിരിക്കുന്ന മാസമാണ് പഴയ കർക്കിടക മാസം കേട്ടോ. പഴയ കർക്കിടക മാസം അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കന്യമാസം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. കാരണം കർക്കിടക മാസത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു കർമ്മങ്ങൾ നടക്കുന്നില്ല, ഒരു ജോലികൾ നടക്കുന്നില്ല, സമ്പാദ്യങ്ങളില്ല, ക്രയവിക്രയങ്ങളില്ല. അപ്പം എന്തായി? എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാസമാണ്.
അല്ലേ? പലതരത്തിലും ആവാം. ധനം മാത്രമല്ല, ധനം, ധാന്യം, ഐക്യം. ഐക്യം കൂടി ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒന്ന് ചിന്തിക്കുക. ഒരാൾ ഇപ്പം കാലത്ത് ജോലിക്ക് പോകണം, വൈകുന്നേരം വന്നു ചേരുന്നു, ആ വൈകുന്നേരം ഇരുന്ന് കുറച്ച് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകണം. ഇങ്ങനെ ആകുമ്പോൾ അവിടെ വലിയൊരു അലൂഹ്യം ഉണ്ടാവുന്നില്ല. അതേ രീതിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ വീട്ടിലിരുന്നാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ അലൂഹ്യം വരും, വാക്ക് തർക്കം വരും, അല്ലേ? അങ്ങനെ അപ്പം ധനം മാത്രമല്ല, ധനം, ധാന്യം, ഐക്യം, ആരോഗ്യം. അപ്പോൾ ധനം, ധാന്യം, ഐക്യം, ആരോഗ്യം, ഈ 4നും പ്രശ്നമുണ്ടത്രേ. മനസ്സിലായില്ലേ? ഈ 4നും പ്രയാസമുള്ളൊരു കാലഘട്ടമാണ് ഈ പറഞ്ഞ കർക്കിടക മാസം. അപ്പോൾ ഈ 4നും ഇങ്ങനെ പ്രയാസമുള്ള കാലഘട്ടമാവുമ്പോൾ ആദ്യം നാം ഒരു കാര്യം പറയേണ്ടതില്ലേ, നമ്മുടെ ശരീരത്തിലെ അവയവമല്ലെങ്കിലും ശരീരത്തെ മുഴുവനായി നിയന്ത്രിക്കുന്ന, അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതുമായ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് മനസ്സ്, അല്ലേ? അപ്പം ആ മനസ്സ് എല്ലാവർക്കും എന്താവും? മാനസികമായി എല്ലാവരും ദുരിതത്തിലാവും. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇന്നത്തെ പോലെ, ഇന്നിപ്പോൾ പറയും അതിനൊരു പുതിയൊരു വാക്ക് പറയാം, ഹൈപ്പർ ടെൻഷൻ, അല്ലേ? എല്ലാവരും അങ്ങനെയുള്ള അവസ്ഥയിലായി ഹൈപ്പർ ടെൻഷനിലേക്ക് പോകും. ഹൈപ്പർ ടെൻഷനിലേക്ക് പോയാൽ എന്തായി? BP പ്രശ്നമായി, പ്രമേഹം പ്രശ്നമായി, ഷുഗർ പ്രശ്നമായി, അല്ലേ? BP ഷുഗറും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ രോഗവും വരെ, അല്ലേ? പിന്നെ വിരുന്നുകാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ എന്തുകൊണ്ട് വന്നു? മാനസികമായി നമ്മൾ അസ്വസ്ഥമാവുമ്പോൾ, മനസ്സിന് സ്വസ്ഥത ഇല്ലാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവുന്നു. അസ്വസ്ഥമാവുമ്പോൾ പല രോഗങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ കർക്കിടക മാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നു. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. മനുഷ്യ ശരീരം മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വിശേഷിച്ചിട്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് എന്തൊന്നിനെയും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്, അല്ലേ? പ്രതിരോധ ശക്തിയുള്ള ജീവവർഗം മനുഷ്യരാണ്. മനസ്സിലായില്ലേ? ഇപ്പം അത് കുറഞ്ഞു വരാൻ തുടങ്ങി. പ്രതിരോധ ശക്തി ഇല്ലാതെയാണ് ഇപ്പം പ്രശ്നം. അപ്പോൾ പ്രതിരോധ ശക്തിയുള്ള ജീവവർഗം എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി മാനസികമായി തളരുമ്പോൾ പ്രതിരോധ ശക്തി കുറയുന്നു. പ്രതിരോധ ശക്തി കുറയുമ്പോൾ പല രോഗത്തിനും ഒരു ചവിട്ടുപടിയാവുന്നു. അത് ഈ കർക്കിടക മാസത്തിൽ പലതരത്തിലുള്ള വൈറസുകൾ ഉണ്ടാവും, അല്ലേ? നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള ദുർജീവാണുക്കൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ദുർജീവാണുക്കൾ ഉണ്ടാവുന്നതിനാണ് നമ്മൾ പറയുക ബാധിതമായ ദോഷങ്ങൾ ഉണ്ടാവുക, ബാധകൾ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ സൂക്ഷ്മ ജീവാണുക്കളായാലും സൂക്ഷ്മമല്ലാത്തതായാലുള്ള പല തരത്തിലുള്ള ജീവാണുക്കൾ ഈ സമയത്തുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ശ്രമിച്ചിട്ടറിയാതെ വൈറസ് ഫീവർ വരുന്നു, കോളറ വരുന്നു, മഞ്ഞക്കാമാല വരുന്നു. എന്താ അങ്ങനെ ഉണ്ടാവുന്നത്? ദൂഷിച്ച ജലം നിൽക്കുന്നു, മാലിന്യജലം, അതിൽ നിന്ന് വളരുന്ന ഈച്ച, കൊതു, ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജലം മാലിന്യമാവുന്നു. ശുദ്ധജലം വന്ന് കെട്ടിനിന്ന് മാലിന്യമായി. ഇതൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ കാലഘട്ടത്തിലാണ്. അപ്പം നമ്മുടെ പ്രതിരോധ ശക്തി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് നമ്മളെ ബാധിക്കും. പെട്ടെന്ന് നമ്മളെ ബാധിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും? നമ്മൾ തളർന്നു പോകും, അല്ലേ? ശരീരമായിട്ടും മാനസികമായിട്ടും നമ്മൾ തളർന്നു. അതിൻ്റെ ഇടയിൽ ധനവും ധാന്യവും കൂടി കുറഞ്ഞു, ഐക്യവും കുറഞ്ഞു. അപ്പം എന്തായി? ഒരു കുടുംബം നാശത്തിലേക്ക്, അല്ലേ? ഇത് പ്രകൃതിദത്തമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയെ കണ്ട് നമ്മുടെ മുമ്പുള്ള പിതൃക്കൾ, ഒരു കാരണവന്മാർ എന്തു ചെയ്തു? ഋഷി പരമ്പരകൾ നമുക്ക് വേണ്ടിയിട്ട് തരപ്പെടുത്തി തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ മാസത്തിൽ നമ്മൾ ഒരു ആചാരത്തെ കരപ്പിടിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ആചാരത്തിനെ നമ്മൾ ഈ മാസത്തിൽ ബലപ്പെടുത്തിയാൽ, ആ ആചാരത്തിലൂടെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് മറ്റൊരു